എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. S1 കുട്ടികളുടെ ഗ്രാഫിക്സ് എക്സാം സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉപകാരപ്പെട്ടാൽ മാക്സിമം ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നാളെ ഡിസംബർ 29-ന് S1 കുട്ടികളുടെ ഗ്രാഫിക്സ് പരീക്ഷയാണ് നടക്കുവാൻ പോകുന്നത്. ഗ്രാഫിക്സ് പരീക്ഷയിൽ പൊതുവെ കുട്ടികൾ നിരവധിയധികം ചെറിയ ചെറിയ തെറ്റുകൾ വരുത്താറുണ്ട്. ഈ തെറ്റുകൾ മൂലം അവർക്ക് മാർക്കുകളും നഷ്ടപ്പെടുന്നത് കാണാറുമുണ്ട്. ഗ്രാഫിക്സ് പരീക്ഷ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുന്നതിന് മുൻപ് പരീക്ഷയ്ക്ക് തൊട്ട് തലേ ദിവസമായ ഇന്ന് നിങ്ങൾക്ക് നോക്കുവാൻ സാധിക്കുന്ന ഒരു കിടിലൻ നോട്ട് കോളേജ് ദോസ്ത് അവരുടെ ഒഫീഷ്യൽ വാട്സപ്പ് ബോട്ടിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതുണ്ട്. ഇതിലൂടെ നോട്ട്സ് മാത്രമല്ല, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ലഭിക്കും. ഇതിന് ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആദ്യ കമൻറ്റായി പിൻ ചെയ്ത് വച്ചിട്ടുണ്ട്. മാക്സിമം എല്ലാ കുട്ടികളും ഇത് ഉപകാരപ്പെടുത്തുവാൻ ശ്രമിക്കുക. അപ്പോൾ ഗ്രാഫിക്സ് പരീക്ഷ എഴുതുമ്പോൾ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു തെറ്റ് എന്തെന്നാൽ ആവശ്യമുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാതെ പെൻസിൽ കൊണ്ട് മാത്രം വരയ്ക്കുന്ന രീതി. ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്കുകൾ ലഭിക്കുവാൻ സാധ്യതയില്ല. രണ്ടാമത്തെ തെറ്റ് എന്തെന്നാൽ ഒരു പടം വരച്ചതിന് ശേഷം അതിലെ അനാവശ്യമായ വരകളും കുത്തും എല്ലാം മായ്ക്കാതിരിക്കുന്നത്. ഇതുമൂലം സാധാരണ നിലയിൽ മാർക്കുകൾ നഷ്ടപ്പെട്ടില്ലെങ്കിലും ഇത് ടീച്ചർമാർ നോക്കുന്നതിൽ ഇംപ്രഷൻ കളയുവാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ തെറ്റ് എന്തെന്നാൽ നിങ്ങളൊരു സാധനം വരച്ചതിന് ശേഷം അതിന് കൃത്യമായി ഡൈമെൻഷൻസ് മാർക്ക് ചെയ്യാതിരിക്കുന്നത്. കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡൈമെൻഷൻസ് മാർക്ക് ചെയ്യുന്നതിന് ഒരു ചോദ്യത്തിന് മിനിമം 2 മാർക്ക് വരെ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകം തന്നെ മാർക്ക് ചെയ്യുവാൻ ശ്രമിക്കുക. ഇതുകൂടാതെ ഗ്രാഫിക്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ അത്യാവശ്യം നല്ലൊരു പെൻസിൽ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ ലൈൻസ് എല്ലാം വരയ്ക്കുമ്പോൾ ക്ലിയർ ആയിട്ട് തന്നെ കാണുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതുകൂടാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം എല്ലാ കുട്ടികളും കമൻറ്റ് ബോക്സിൽ ചോദിക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇത് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്തുകൊണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നന്ദി.